Ladies and gentlemen, welcome to AMD vs Suja. ഫുട്ബോൾ വേൾഡിലെ മെസ്സി വേഴ്സസ് CR7 ശേഷമുള്ള ഏറ്റവും വലിയ ഡിബേറ്റ്. Guys, we are back again, consistent YouTubers. ഇന്നത്തെ ചലഞ്ച് ഞാനാണോ സൂചയാണോ ബെറ്റർ എന്ന് നോക്കുക. ഇൻ ഫുട്ബോൾ ഓഫ് കോഴ്സ് ബാക്കി എല്ലാത്തിലും ഞാനാണ് ബെറ്റർ, അതിലൊരു ഡൗട്ടും ഇല്ല. ഇനി ഫുട്ബോളിൻ്റെ കാര്യം കൂടെ ഒന്ന് നമ്മൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ചലഞ്ച്, ആരാണോ ആദ്യം ക്രോസ് ബാറിന് കൊള്ളിക്കുന്നുണ്ട് അവർക്കൊരു പോയിന്റ് കിട്ടും. മേലെ കൊണ്ടുവന്നു ഞങ്ങൾ രണ്ടാളും 5ന്റെ പൈസക്കില്ല, അതാണ് പ്രശ്നം. ആർക്കും കൊള്ളിക്കാം. ഫസ്റ്റ് ചലഞ്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ 2022 ഡിസംബറിന് ശേഷമുള്ള CR7 ഫാൻസിനെ പോലെ ആയെങ്കിലും ഇനിയും കുറെ ചലഞ്ചസ് വരാനുണ്ട്. ഞാൻ എന്തൊക്കെ ആവും എന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സൂചക്കൊരു പോയിന്റ്. സെക്കൻഡ് ചലഞ്ച് സ്പ്രിന്റ്. ഞങ്ങളിൽ ആരാണ് പേസ് മെർച്ചന്റ് നോക്കാൻ പോവാണ്, ആരാണ് ഫാസ്റ്റ് എന്ന് നോക്കുകയാണ്. ഓക്കെ, ഈ ടർഫിൻ്റെ ഇവിടുന്ന് തൊട്ട് ആ അറ്റം വരെ ഞങ്ങൾ രണ്ടാൾ സ്പ്രിന്റ് ചെയ്യുക. ആരാണോ ഫസ്റ്റ് എത്തുന്നുണ്ട് ഓർക്കൊരു പോയിന്റ്. ലെറ്റ്സ് ഗോ. സൂചനയായിട്ട് സ്പ്രിന്റിങ്ങിലൊക്കെ ഞാൻ തോറ്റ പിന്നെ ഞാൻ റിട്ടയർ ചെയ്യണേക്കാരം നല്ലത്. സത്യം പറഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാല് ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം ഇഞ്ചേർഡാ. ആംഗിൾ ഇഞ്ചുറി, ഷോൾഡർ ഇഞ്ചുറി. എക്സ്ക്യൂസ് അല്ല, ഇത് ഫാക്ട്. എന്നാലും ഞാൻ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഇത്രേ ഉള്ളൂ. ഇഞ്ചേർഡ് ആയിട്ടും കൂടെ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഇഞ്ചുകളൊന്നുമല്ല, ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഓടില്ല തിരിഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ തന്നെ ജയിച്ചു. അമല, എനിക്ക് ചാലഞ്ചിൽ തോൽക്കുന്ന പേടിയുണ്ടോ? ഐ നെവർ ലൂസ് ബ്രോ, ഐ നെവർ ലൂസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിർജിനിറ്റി വരെ ഇതുവരെ ലൂസ് ചെയ്തില്ല. കളിയിൽ കാണാല്ലേ? ഷുവർ. അതന്നെ പറഞ്ഞത്, കളി ഒരു കളിയും കിട്ടുന്നില്ല. എനിക്ക് ഈ കളിയിൽ തോൽക്കുന്ന പേടിയുണ്ടോ? എനിക്ക് ഈ കളിന്നല്ല, ഏത് കളിയിലും തോക്കുന്ന പേടില്ല. ഉറപ്പല്ലേ? നെക്സ്റ്റ് ചലഞ്ച് ടച്ചിങ്. ഈ ടച്ചിങ് അല്ല കേട്ടോ, ഇങ്ങനെ 4 ഷെയ്ഡ് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഫസ്റ്റ് ടച്ച് നോക്കുക. ബേസിക്കലി അതാണ് സംഭവം. ടോട്ടൽ 6 ചാൻസ് ഉണ്ടാവും. 3 ഗ്രൗണ്ട്, 3 ഹൈ ബോള്. ആരാണോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അടച്ചല്ല. ഇവർക്ക് ഇപ്പോഴും എന്തോ ഡൗട്ട് ഉണ്ടോ. അപ്പോൾ സൂര്യ പവറിൽ ഇട്ടോണ്ട് കേട്ടോ, മെല്ലെ ഇടല്ലേ, കോമ്പറ്റീഷൻ ആണ്. പിന്നെ ഞാൻ പവറിൽ ഇട്ടതിന് ശേഷം കരയാൻ പാടില്ല. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. ലൈനിന്റെ അപ്പുറം എങ്ങനെ ഈ കുട്ടീനെ അറിയാം? ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വിളിച്ചു തന്നോടോ. എന്തത് എവിടുന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ പോയിട്ടില്ലടാ. അവനോട് ഞാൻ പവറിൽ ഇടാൻ പറഞ്ഞേ, മണ്ടന് മനസ്സിലായില്ല. പവർ എന്ന് ഉദ്ദേശിച്ച പാസിംഗ് പവറാ. ഇവന്ത് മറ്റേ കണ്ണി കണ്ട് പോസ്റ്റ് പോലെ കടിക്കുന്നു. ഇതൊന്ന് കൺട്രോൾ എനിക്കൊന്ന് കാണണം. ഗ്രൗണ്ട് ബോൾ അറിയാം കേട്ടോ, പൊങ്ങിയിട്ടില്ല. ആണ് ഗ്രൗണ്ട് ബോൾ തന്നെ കുറച്ച് പൊങ്ങിയാൽ കൂട്ടില്ല. എജ്ജാതി സൂചന്റെ ടച്ച്. അയ്യോ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. നല്ല പവറാട്ടോ. ഓന്റെ ഊരിപ്പോണ് എംബാരസിങ്. വലിയ പ്രൊഫഷണൽ ഫുട്ബോളറാണ്. രണ്ടാളും ഈക്വലി ഷിറ്റ്. വി ആർ ബോത്ത് ഷൈറ്റ്. അതാണ് സംഭവം. അതാണ് ഞങ്ങളിപ്പോൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ആരാണ് ബെറ്റർ എന്നല്ല. എൻ്റെ രണ്ടാമത്തെ സാധനം ഓൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പം എനിക്ക് പോയിന്റ് ഇല്ലാത്ത. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ VAR ചെക്ക് ചെയ്യുന്നുണ്ട്. കേട്ടോ ഫുട്ബോളിലെ നിയമം അനുസരിച്ചിട്ട് ലൈനിൻ്റെ ഫുള്ള് പുറത്ത് പോയാലോ, ഇങ്ങനെ പോയാലേ പോയിന്റ് ഇല്ലാതെ വെക്കുള്ളൂ, ഔട്ട് ആവുള്ളൂ. അതേപോലെ ഈ ഷെയ്ഡിൻ്റെ ഫുള്ള് പോയാലേ
എനിക്ക് പോയിന്റ് ഇല്ലാതെ ഉള്ളൂ. അത് ഞാൻ VAR ചെക്ക് ഉണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. ഇതെന്തിനാ ഓന് പലതും പറയാം, നമുക്ക് അവിടെ ആളുണ്ട്. VAR എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് റഫറിന്റെ പോലെയാണ് ഓന്. പോയി ഓ മുങ്ങി കണ്ടോ. ഓ ഇതിനായിട്ട് വന്നതാണ് സൂചന്റെ ഹെൽപ്പർ. അപ്പോൾ അടുത്ത സെക്ഷന് ഹൈബോളാണ്. ആ മുന്നേ ചെസ്റ്റ് ഇട്ട് കൊടുത്താൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാം. മിക്കവാറും ചെസ്റ്റ് ഒക്കെ കയറിയില്ല. എനിക്ക് ചെസ്റ്റ് കൺട്രോൾ ചെയ്യാറില്ല. 5ന്റെ പൈസക്ക് അറിയില്ല. എന്താ എനിക്ക് അറിയണം എന്താ ഉള്ളത്. എന്താണ് ഞാൻ അങ്ങനെ പലതും പറയും. മണ്ട വിശ്വസിച്ച് എനിക്ക് ചെസ്റ്റ് മറക്കാറില്ല. ചെസ്റ്റ് മറക്കാൻ ജിമ്മ് പോയി ഉണ്ടാക്കിയെന്നാണ് വിചാരം. ഈസി. അതേപോലെ ഇൻകുട്ട് പറഞ്ഞ പവറിലാണ്. ഔട്ട് ഓഫ് ഇല്ല, അന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇത് എന്റെ ഇഷ്ടത്തിന് ഇട്ടതാ. ഇത് കോമ്പറ്റീഷൻ ആണ്. നമ്മളെ മിഡ്ഫീൽഡേഴ്സ് എന്താ വെച്ചാൽ നല്ല ബോൾ കൊടുക്കാന്നാ. അപ്പൊ ശത്രു ഔട്ട് ഓഫ് 3. മണ്ട കണ്ടല്ലോ, ചെസ്റ്റിൽ കണ്ടോളെ കണ്ടല്ലോ. നേരത്തെ ഞാൻ സിമ്പിൾ ആയിട്ട് വെയിറ്റ് കുറഞ്ഞൊരു പാസ് കൊടുത്തപ്പോ വെയിറ്റ് കുറഞ്ഞൊരു പാസ് കൊടുത്തു ചെസ്റ്റിൽ. അത് കണ്ടോളെ ആർക്കും പറ്റും, ഏത് പൊട്ടനും പറ്റും. ഞാൻ സിമ്പിൾ നൈസ് ബോളാണ്. Don't care. We do not care. എനിക്ക് ഹൈബോൾ ഇട്ടാ അറിയാമോ? എന്റെ ഹൈബോൾ കൊള്ളാം കിട്ടും സൂജ. അപ്പോ നല്ല ബോളാണ് സൂജ. ഈസി ബോൾ. അതുവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യ. ഇതുവരെ കൺട്രോൾ ചെയ്യാൻ പ്രതീക്ഷിക്കണേ. ടെസ്റ്റിംഗ് കളിയിൽ അന്റെ ഇഷ്ടത്തിന് പാസ് വരില്ലല്ലോ. ഇത് കൊള്ളായതല്ല കേട്ടോ, ഇത് ടെസ്റ്റിംഗ്. റെഡി? അത് പുറത്തേക്കാണ് അല്ലേ? അല്ല അത് പുറത്തേക്ക് ഒന്ന് പോണം. അടാ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. എത്ര സൂച എല്ലാം ഒരു കാര്യം ചെയ്യും. ആ സാധനം കുറച്ച് ബാക്കിൽ അതേ കയറുന്നല്ലേ. ഞാൻ ബാക്കിൽ നിന്ന് എടുക്കാം, അത് വേറെ. സൂചക്ക് പാസ് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ബാക്കിൽ നിന്ന് ഇടാം. അല്ലാതെ അത് നീക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ ചാലഞ്ചിൽ സൂചക്ക് ഫ്രീ ആയിട്ട് പോയിന്റ് കൊടുക്കേണ്ടി വരും മിക്കവാറും. സംഭവം ഞാൻ സൂചന്റെ ആ ഒരു എന്താ പറയാ കോൺസെൻട്രേഷൻ കളഞ്ഞതാ മിസ് പാസ് വഴി. നമുക്ക് മനസ്സിലായില്ല. ഫോണൊക്കെ ചടച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് സേവ് ചെയ്യാൻ വയ്യ, പക്ഷേ കൺട്രോൾ ചെയ്യാൻ വയ്യ. സൂച സൂച ഇത് നിർത്തിക്കോ, നിർത്തിക്കോ സൂച. ഒരു ബോൾ എടുക്ക, ഇത് കൺട്രോൾ ചെയ്ത് വെച്ച് ജയിച്ചു. ഞാൻ ഓന്റെ നേരെ ഇട്ട് കൊടുക്കൂല. സൂജ 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 കൈയടിക്കട്ടോ. കമോൺ, റെഡി? ഏതാ ഓൻ? ഇപ്പൊ പവർ കുറക്കാനായി. മറ്റേത് കറക്റ്റ് ചെസ്റ്റുമൊക്കെ ഇടേനു. നിർത്തിക്കോ സൂജ, നിർത്തിക്കോ. നിർത്തി. ഓനക്ക് ഒന്നും കൂടെ വേണം. ആയിക്കോട്ടെ, ഇത് നിർത്തി. ഗായ്സ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ ഓൻ്റെ കോൺസെൻട്രേഷൻ കളിയുന്നു. അപ്പോൾ ടോട്ടൽ 2-1 കേട്ടോ. 2 ചലഞ്ചിൽ ഞാൻ ജയിച്ചു. സൂജ ഫസ്റ്റ് ക്രോസ് ബാർ, ലക്കി ക്രോസ് ബാർ. സോറി ഓൾവേസ്. ഇവൻ്റെ യാപ്പിംഗ് ഒന്നും കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ബ്ലാ 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 വെറുതെ ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞെടുക്കാം. നമുക്ക് നെക്സ്റ്റ് ചലഞ്ചിക്ക് പോവാം. 1v1 ട്രിബ്ലിംഗ്. ഇതിൽ തന്നെ ഞങ്ങൾ അറ്റാക്കിംഗ് എബിലിറ്റി, ഡ്രിബ്ലിംഗ് എബിലിറ്റി, ഫിനിഷിംഗ് എബിലിറ്റി, ഡിഫെൻഡിങ് എബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ശരിക്ക് കണ്ടോളി. ടോട്ടൽ 5 അറ്റംപ്റ്റ്സ് ഉണ്ടാവും രണ്ടാക്കും. യാ ഫസ്റ്റ് വൺ. One. Easy. Come on. Suja. No. ഒരനിയനായിട്ടും കൂടെ ഫൗളൊക്കെ വെക്കും. ആ ഒരു ചാൻസ് കൂടെ ആണോ?
ഫൗളാണത്. Last two. Oh my God, bro. Oh, hell no, man. What the fuck? Wait. ഇതൊരു ഫുള്ള് ഫൗളൊക്കെയാണ്. ഇത് കണ്ടോ, ഓൻ ചവിട്ടിയതാ. വെറും ഫൗളാണ്. സൂജന്റെ ഫസ്റ്റ് വൺ. ഓ ഒന്നും അടിക്കാൻ പോണില്ല. ഞാൻ കുറെ ഡ്രിബിളിംഗ് ഒന്നും അല്ല, ഫുൾ ഷൂട്ട് ചെയ്യാനാണ്. ഓക്കെ, ഓന് ലെഫ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ബോൾ എടുത്തിട്ട് ഓനെ തള്ളിയിട്ടാണ്. ഈസി വാ. ഇത് പോകും സൂജ. എനിക്ക് ഇടത്തില്ല. ഇത് അങ്ങോട്ട് പോയാൽ എനിക്ക് എന്നെ വലിക്കാം. കുഴപ്പമുണ്ടോ? എടാ സൂജ ആ കുപ്പി എടുത്തിരുന്നോ, വെള്ളം എടുത്തിരുന്നോ? ഓനെന്തോ ശരിക്കും എമർജൻസി. എടാ കറക്റ്റ് കണ്ണിനെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ഗോൾ അടിക്കാതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടോ? ഓ കമോണ്ട്രാ. ഗൈസ് ലാസ്റ്റ് ഞാൻ ഒന്നും കൂടെ സേവ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ ഒന്നും ജയിക്കില്ല. ഇതൊന്ന് പോസില്ല. ഈസി, സോ ഈസി. ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ബെറ്റർ. ഐ ആം ബെറ്റർ. I'm better. I am better. എൻ്റെ പേര് ചോര വരെ എടുത്തി ഗൈസ്. ചോരക്കളി ആയിരുന്നു സംഭവം. പാസിങ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ടേനി, പക്ഷെ എൻ്റെ പാസിങ് നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച്. എനിക്ക് ഒന്നും കൂടെ നാണം കിടാൻ വയ്യ. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ചലഞ്ച് ഷൂട്ടിങ്. കഴിഞ്ഞ വീഡിയോയിലെ ഏറ്റവും മോശം സെക്ഷനാണ് അത്. ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ആകാശവാണി ഒറ്റൊന്നും കയറ്റിയില്ല. ഞാനാണ് രണ്ടെണ്ണം ഗോൾ അടിച്ച. ഞാനാ ഈ ഒറ്റൊന്നും പോലെ എന്തായാലും ആ സംഭവം തന്നെയാണ്. ഓ സെറ്റ് ചെയ്തിരും, ഞാൻ സ്കോർ ചെയ്യണം. ടോട്ടൽ 5 അറ്റംപ്റ്റ്സ് ഉണ്ടാവും. ആരാണോ കൂടുതൽ ഇതിൽ സംഭവത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ജയിച്ചാണ്. പോയിന്റ് ഇപ്പോൾ 3-1. ആകെ 5 ഉള്ളൂ. പിന്നെ ഓൻ്റെ ഒരു സമാധാനത്തിന് 3-2 ആക്കി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷൂട്ടിംഗ് സെക്ഷൻ. ലെറ്റ്സ് ഗോ. പോട്ടെ, കരച്ചിൽ മതി. ഓക്കെ, ഈ കളർ മാറിയ പുല്ലുണ്ടോ? ഇത് എന്തോ വെയിൽ കൊണ്ടിട്ട് കറുത്തതാ തോന്നുന്നു. അപ്പോൾ ഈ പുല്ലിൻ്റെ ബാക്കിൽ നിന്ന് അടിക്കണം, നല്ല കൂട്ടുള്ളൂ. അത്ര ലെറ്റ്സ് ഗോ. ഞാൻ റെഡി. ലെഫ്റ്റ് ആംഗിള് നിലത്ത് പ്ലാൻ ചെയ്യാൻ വയ്ക്കുന്നില്ല. അതാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നം. സാധനം പൊലം വേദന എങ്ങനെ വേണ്ട. ലാസ്റ്റ് വൺ. യാ, പ്രത്യേകിച്ച് മെച്ചൊന്നുമില്ല. ഇനി 5 എണ്ണത്തിൽ ഒന്നുള്ളൂ. സൂജന്റെ ഫസ്റ്റ് വൺ. ആ മഞ്ഞവര നോക്കണ. ബോളുണ്ടോ? എവിടെ അങ്ങോട്ട് പോയി? കമോൺ സൂജ, അടുത്ത് ബോളെങ്കിലും അടി. അതെ എന്നിട്ടും വയ്യ. കമോൺ കീപ്പർ ഓനക്കൊരു കയ്യടി എടുത്തോ. എന്നാ ലാസ്റ്റ് വൺ. സൂജ കളിച്ചൂടാണ്ട്. ഓനക്ക് ഞാൻ ഒരു ചാൻസും കൂടെ കൊടുക്കാം. ഓനെ ഇതിലോ അടിച്ചാലോ ജയിച്ചോട്ടെ ഈ സെക്ഷനിൽ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അത്രയും നല്ലതാണ്. കമോൺ സൂജ.
എന്നിട്ടും വയ്യ ഇറങ്ങി പോ സുജ. ഗൈസ് ഓൾവേസ് നെവർ ലൂസ് പറഞ്ഞില്ലേ? സത്യം പറയാലോ, ഇവൻ എന്നോട് പറഞ്ഞതിന് തുടങ്ങണം മുന്നേ ഇന്നെങ്കിലും എനിക്ക് ജയിക്കണം. അതായത് കഴിഞ്ഞ എല്ലാത്തിലും ഫ്ലോപ്പാ. പറഞ്ഞതുവരെ എന്നേറ്റ് എന്തിനേലും ജയിച്ചാണ്. ചെക്ക് ചെയ്യണം. സോ ബാഡ് മാൻ. ഇവനെ മാറ്റണോ പാർട്ട്ണറിന്? ഇവൻ നമുക്ക് ആളെ ചേഞ്ച് ചെയ്യണോ? നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അഭിനയം ഒഴിവാക്കി കിട്ടും. കാര്യം പറയാം, ഞാൻ വേറെ ഏതെങ്കിലും നല്ല പ്ലേസിനെ കൊണ്ടുവരാം. രണ്ടാലും പറ്റൂല. അനി മാറ്റണം. കുടുംബത്തിന് മൊത്തത്തിൽ ഒഴിവാക്കാം. എനിക്ക് നസീമിനെ, എനിക്ക് ക്യാമറാമാനോനെ മാത്രം മതി. ഓനെ ഒഴിവാക്കാൻ ഓനെ ഒരു ബോധില്ല. ഇതാണ് ക്യാമറാമാനോ. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ.